ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ഈവനിങ്. ഹൗ ആർ യു എവരിബഡി? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ പ്രഭാതത്തിലെ ഈ വചന ശുശ്രൂഷ കേട്ട് ഒരു സഹോദരൻ എന്നെ വിളിച്ചു. തൻ്റെ ജീവിതത്തിൽ ഉറങ്ങാൻ കിടന്നാൽ ഉറങ്ങാൻ കഴിയുന്നില്ല, ടെൻഷൻ മാത്രം, റോങ് ഇൻഫർമേഷൻസ്, റോങ് തിങ്കിങ്, ഇതെല്ലാം വന്ന് എല്ലാ ദിവസവും ഉറക്കം നഷ്ടപ്പെടും. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പ്രഭാത സന്ദേശം ഒരു സഹോദരൻ തനിക്ക് ഇട്ടുകൊടുത്തു. ഈ മോർണിംഗ് ഗ്ലോറി താൻ ഇത് കേട്ടു. തൻ്റെ എല്ലാ റോങ് ഇൻഫർമേഷനും തൻ്റെ മൈൻഡിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. തൻ്റെ ജീവിതം മാറി. ഇപ്പോൾ ആ ബ്രദർ സുരേഷ് സുഖമായിട്ട് ഉറങ്ങുന്നു, ടെൻഷനില്ല, തൻ്റെ ജോലികൾ ചെയ്യുന്നു. ഉറക്കമില്ലായ്ക നിമിത്തം തനിക്ക് ശരീരത്തിലുണ്ടായിരുന്ന ജോയിൻസ് പെയിൻ എല്ലാം പോയി. താൻ ഇതിനു വേണ്ടി പലരെയും സമീപിച്ചിരുന്നു, ഡോക്ടേഴ്സിന്. പക്ഷെ ഇതിന് മരുന്നില്ല. റോങ്ങായിട്ട് ചിന്തിക്കാതിരിക്കാൻ മരുന്നില്ല. ഇങ്ങനെ ചിന്തകൾ വന്നുകൊണ്ടിരിക്കും. ഒന്ന് മാറുമ്പോൾ വേറൊരു ചിന്ത, ആ ചിന്ത കഴിയുമ്പോൾ വേറൊരു ചിന്ത. എന്നാൽ വചനം ഇതിനകത്ത് സക്സസ് ആക്കി മാറ്റും, സൗഖ്യമാക്കി മാറ്റും. നമ്മുടെ ജീവിതത്തിൽ വചനം ഭയങ്കര വിടുതലുണ്ടാക്കും. ഇവിടെ വായിക്കുന്നു, നമ്മുടെ ആത്മീക വളർച്ചയെ കെടുത്തുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിനെ ജയിക്കാൻ ഹൗ ടു അച്ചീവ് സ്പിരിച്വൽ ഗ്രോത്ത്, എങ്ങനെ നമുക്ക് ആത്മീകമായി വളർച്ച പ്രാപിക്കാം. നമ്പർ 1, ആത്മാവിൽ നാം നിലനിൽക്കണം. സസ്റ്റെയിൻ ഇൻ ദ ഹോളി സ്പിരിറ്റ്. ആത്മാവിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യോഹന്നാൻ 15:4 പറയുന്നു, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ക്രിസ്തുവിൽ വസിക്കുന്ന ഒരു വ്യക്തിയിൽ ക്രിസ്തു വസിക്കും. ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറയുന്നത് ഒരു ടഫ് കാര്യമല്ല, ഒരു ഈസി കാര്യമാണ്. ക്രിസ്തുവിനോട് സ്നേഹമുണ്ടാകുമ്പോൾ ക്രിസ്തുവിൽ നമുക്ക് വസിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പെയിൻഫുൾ സിറ്റുവേഷനും ദൈവം മാറ്റി നിങ്ങൾ ക്രിസ്തുവിൽ വസിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫ് ഹോൾ അത് മിറാക്കുലസ് ആയി ദൈവം മാറ്റും. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായി നാം സമർപ്പിക്കുക. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. നിങ്ങൾ ക്രിസ്തുവിൽ വസിക്കുമ്പോൾ ക്രിസ്തു എന്ന തലയോളം വളരുവാനിടയായിത്തീരും. വളർച്ച ഭയങ്കരമായി മാറും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ക്രിസ്തുവിൽ വസിക്കാൻ തീരുമാനമെടുത്ത ഈ കുഞ്ഞുങ്ങളെ അങ്ങ് ബ്ലസ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലിയ കരം നീട്ടണം.